ഈ റിന്യൂവബിൾ എനർജി സോഴ്സസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മലിനീകരണം ഉണ്ടാക്കുന്നതല്ല. മലിനീകരണം ഉണ്ടാക്കാത്ത ഊർജ്ജ രൂപങ്ങളാണ് ഇത് റിന്യൂവബിൾ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ റിന്യൂവബിൾ എനർജി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ റിന്യൂവബിൾ എനർജിയുടെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് സോളാർ തന്നെയാണ്. ആ സോളാറിൽ നിന്നുള്ളതാണ് ബാക്കി എല്ലാ റിന്യൂവബിൾ സോഴ്സസും. ഇപ്പോൾ വിൻഡ് എനർജി ആണെങ്കിലും ഓഷൻ എനർജി ആണെങ്കിലും അല്ലെങ്കിൽ ടൈഡൽ എനർജി ആണെങ്കിലും ബയോമാസ് ആണെങ്കിലും ജിയോതെർമൽ സോഴ്സ് ആണെങ്കിലും ഇതെല്ലാം നമ്മുടെ സണ്ണിന്റെ എനർജി. ഹായ്, എല്ലാവർക്കും സഹാരി PSCയിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോതിഷ ചാലിത്ര. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ചാണ്. എനർജി റിസോഴ്സുകളുമായി ബന്ധപ്പെട്ട് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ഇതിൽ നിന്ന് വന്നിരിക്കുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ആദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നതാണ് ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ഓപ്ഷൻസ് വന്നിരിക്കുന്നതൊക്കെയാണ് ജൂൺ 5, ഡിസംബർ 14, സെപ്റ്റംബർ 16, മെയ് 22. 2024 തന്നെ 2 തവണ വന്ന ചോദ്യമാണ്. 2024 2 തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം. അഗെയിൻ 2024 ചോദിച്ച ചോദ്യം തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുതോൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സൗരോർജ്ജം, കാറ്റ് ശക്തി അല്ലെങ്കിൽ വിൻഡ് എനർജി, ബയോമാസ്, ഇതിനെ ആ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എഗെയിൻ 2024 ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നോക്കി നിങ്ങൾ, താഴെ പറയുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത്, ഗ്രീൻ എനർജി എന്നതുകൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത്, in India, the largest amount of installed grid interactive renewable power capacity is associated with dash. KS 2020 ചോദിച്ച ചോദ്യമാണ്. KS പേപ്പർ 2 2020 വന്ന ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് അല്ലെങ്കിൽ ന്യൂ പാറ്റേൺ ടൈപ്പ് ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. 2022 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നല്ല രീതിയിലൊക്കെ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് ഇപ്പം ഡിഗ്രി ലെവൽ എക്സാം എന്ന് മാത്രമല്ല പൊതുവേ ഉള്ള അല്ലെങ്കിൽ ജനറൽ PSC എക്സാമുകൾക്ക് പോലും ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. ആദ്യം വരുമ്പോഴത്തേക്ക് നമുക്ക് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അതിൻ്റെ മലയാളം ചെയ്യാൻ പറയുകയാണെങ്കിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും കഴിയാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകൾ. നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോകുന്നതും ഉപയോഗിക്കുന്നതനുസരിച്ച് നമുക്ക് വീണ്ടും ലഭ്യത ഉള്ളതുമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകളാണ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഊർജ്ജത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഏതൊരു പ്രവർത്തിക്കും, മനുഷ്യൻ ചെയ്യുന്ന അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള ഏതൊരു പ്രവർത്തിക്കും അല്ലെങ്കിൽ ഏതൊരു ഹ്യൂമൻ ആക്ടിവിറ്റിയെ സംബന്ധിച്ചും അത് ചെയ്യണമെങ്കിൽ, ഏതൊരു ഹ്യൂമൻ ആക്ടിവിറ്റിയും സാധ്യമാകണമെങ്കിൽ, ഏതൊരു ഹ്യൂമൻ ആക്ടിവിറ്റിയും സാധിക്കണമെങ്കിൽ അവിടെ നമുക്ക് എന്തുണ്ടായിരിക്കണം? നമ്മൾ അതിനുവേണ്ടി ഊർജ്ജം സ്പെൻഡ് ചെയ്യേണ്ടി വരും, എനർജി വിനിയോഗിക്കേണ്ടി വരും. ശരിയല്ലേ? ഊർജ്ജം എന്ന് പറയുന്നത് ബേസിക്കലി പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഫിസിക്സിന്റെ ടേംസിൽ അതിനെ ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവിന് പറയുന്ന പേരാണ് എന്ത്? എനർജി അഥവാ ഊർജ്ജം എന്ന് പറയുന്നത്. എബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി ടു പെർഫോം വർക്കാണ് എന്ത്? ഊർജ്ജം എന്ന് പറയുന്നത്. ഒരു പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഊർജ്ജം എന്ന് വിളിക്കുന്നത്. ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഊർജ്ജത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ഡേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമാണ് ചോദിച്ചിരിക്കുന്നത്. നാഷണൽ എനർജി കൺസർവേഷൻ ഡേ ആണ് പറഞ്ഞിരിക്കുന്നത്. ദേശീയ ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്, നാഷണൽ എനർജി കൺസർവേഷൻ ഡേ എന്ന് പറയുന്നതാണ് ഡിസംബർ 14. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നതാണ് ഡിസംബർ 14. നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദേശീയ ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുന്നതാണ് ഡിസംബർ 14 ദേശീയ ഊർജ്ജ സംരക്ഷണ നിയമമായി ആചരിക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. നോക്കിയേ, നമ്മുടെ ഭൂമിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ സൗരയൂഥം തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഭൂമി അല്ലെങ്കിൽ സൗരയൂഥത്തെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് സൗരയൂഥത്തിന്റെ അല്ലെങ്കിൽ ഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ് അല്ലെങ്കിൽ ഭൂമിയുടെ അല്ലെങ്കിൽ സൗരയൂഥത്തിന്റെ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത്, എനർജി സോഴ്സ് എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ സണ്ണാണ് നമ്മുടെ എർത്തിന്റെ എനർജി സോഴ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ എർത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എർത്തിൻ്റെ പ്രൈമറി എനർജി സോഴ്സ് എന്ന് പറയുന്നത് ആര് തന്നെയാണ്? സൂര്യനാണ്. നമുക്ക് ലഭ്യമാകുന്ന മറ്റു പല ഊർജ്ജ രൂപങ്ങളും ഉണ്ട്. നിങ്ങൾക്കറിയാം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജമുണ്ട്, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജമുണ്ട്. അപ്പോൾ ഈ ലഭ്യമാകുന്ന മറ്റു ഊർജ്ജ രൂപങ്ങൾക്കെല്ലാം പിന്നിൽ ആര് തന്നെയാണ്? സൂര്യനാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രൈമറി എനർജി സോഴ്സ് ആണ്, പ്രാഥമിക ഊർജ്ജ സോഴ്സ് ആണ്, അല്ലെങ്കിൽ ഊർജ്ജ ഉറവിടമാണ് ആരെന്ന് പറയുന്നത്? സൂര്യൻ അഥവാ സൺ എന്ന് പറയുന്നത്. അപ്പോൾ സോഴ്സ് ഓഫ് എനർജി ഓൺ സൺ എന്ന് പറയുന്ന എനർജി ഓൺ എർത്ത് എന്നറിയപ്പെടുന്ന ആരാണ്? സണ്ണാണ്. ഭൂമിയുടെ ഊർജ്ജത്തിന്റെ ഉറവിടം എന്നറിയപ്പെടുന്ന ആരാണ്? സൂര്യനാണ്. എനർജി റിസോഴ്സുകളെ, ഊർജ്ജ സ്രോതസ്സുകളെ നമുക്ക് പ്രധാനമായിട്ടും 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്ന പ്രധാനമായിട്ടും 2 ടൈപ്പ് ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. പുനഃസ്ഥാപിക്കുവാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ അറിയപ്പെടുന്ന പേരാണ് റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് ഏത്? നോൺ റിന്യൂവബിൾ എനർജി സോഴ്സുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത് നോൺ റിന്യൂവബിൾ. അപ്പം റിന്യൂവബിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കുമ്പം തീർന്നു പോകും. അത് വീണ്ടും നമുക്ക് ലഭ്യമായിട്ടില്ല. ഉപയോഗിക്കുമ്പോൾ തീരുന്നതനുസരിച്ച് വീണ്ടും ലഭ്യമാകുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് ആരെന്ന് പറയുന്നത്? റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. ഉപയോഗിക്കുമ്പോൾ തീർന്നു പോവുകയും വീണ്ടും നമുക്ക് ലഭ്യമാകാത്തതുമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ റിന്യൂവബിൾ അഥവാ പുനഃസ്ഥാപിക്കുവാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഇന്ത്യയിലെ നമ്മുടെ ഒരു എന്താ പറയുക, റിന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ട ദ നോഡൽ ഏജൻസി ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിത്ത് ദ എയിം ഓഫ് ഡെവലപ്പിംഗ് റിന്യൂവബിൾ എനർജി ടു മീറ്റ് ദ എനർജി നീഡ്സ് ഫോർ ദ കൺട്രി ഈസ് ഏതാണ്? അപ്പോൾ നോക്കിയാൽ നമ്മുടെ റിന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ ഊർജ്ജ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നോഡൽ ഏജൻസി എന്ന് പറയുന്നതാണ് ദ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ആണ്. ദ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസന്റ് ക്യാബിനറ്റ് മിനിസ്റ്റർ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയുടെ പ്രസന്റ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ആരാണ്? പ്രഹ്ലാദ് ജോഷിയാണ്. പ്രസന്റ് ക്യാബിനറ്റ് മിനിസ്റ്റർ ആരാണ്? പ്രഹ്ലാദ് ജോഷിയാണ് ക്യാബിനറ്റ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. അടുത്ത് അങ്ങനെ ഈ റിന്യൂവബിൾ എനർജി സെക്ടറിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, ഒരു കേന്ദ്ര വകുപ്പ് അല്ലെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് മിനിസ്ട്രി ഉള്ള ലോകത്തിലെ ഏക രാജ്യമാണ് ആരെന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ ആസ് എ ഫസ്റ്റ് ഏക രാജ്യമല്ല, ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ്. റിന്യൂവബിൾ എനർജി സെക്ടറിന് വേണ്ടിയിട്ട് ഒരു മിനിസ്ട്രി ഫോം ചെയ്ത ലോകത്തിലെ ആദ്യ രാജ്യമാണ് ആരെന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ ആസ് എ ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ടു ഹാവ് എ ഡെഡിക്കേറ്റഡ് മിനിസ്ട്രി to the promotion and development of the renewable energy sector. അപ്പോൾ റിന്യൂവബിൾ എനർജി സെക്ടറിൻ്റെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു മിനിസ്ട്രി ഫോം ചെയ്ത ലോകത്തിലെ ആദ്യ രാജ്യമാണ് ആരെന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരുമ്പോഴത്തേക്ക്, അപ്പോൾ നമ്മൾ റിന്യൂവബിൾ എനർജി സോഴ്സസിലേക്ക് വരുമ്പം എന്തൊക്കെയാണ് റിന്യൂവബിൾ എനർജി സോഴ്സസ്, അല്ലെങ്കിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുവാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പറയാൻ സാധിക്കും. റിന്യൂവബിൾ എനർജി സോഴ്സ് നിങ്ങൾ നോക്കിയാൽ റിന്യൂവബിൾ എനർജി സോഴ്സസിന് അറിയപ്പെടുന്ന മറ്റു പേരാണ് നോൺ കൺവെൻഷണൽ എനർജി എന്നും അറിയപ്പെടാറുണ്ട്. റിന്യൂവബിൾ എനർജി സോഴ്സസ് ആർ ദ എനർജി സോഴ്സസ് which are naturally refilled on a human time scale and can be used many times due to the inexhaustible property. അപ്പം വീണ്ടും ഉപയോഗിക്കുമ്പോൾ തീർന്നു പോകും, അത് വീണ്ടും റീഫില്ലാവും, വീണ്ടും നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ഊർജ്ജ രൂപങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിന്യൂവബിൾ അഥവാ നോൺ കൺവെൻഷണൽ എനർജി എന്ന് പറയുന്നത്. റിന്യൂവബിൾ അഥവാ എന്താണ്? നോൺ കൺവെൻഷണൽ എനർജി എന്ന് അറിയപ്പെടുന്നത്. പുനഃസ്ഥാപിക്കുവാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് അറിയപ്പെടുന്നത്. നോക്കിയേ, ഈ റിന്യൂവബിൾ എനർജി സോഴ്സസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മലിനീകരണം ഉണ്ടാക്കാത്ത ഊർജ്ജ രൂപങ്ങളാണ് ഇത് റിന്യൂവബിൾ സോഴ്സസ് എന്ന് പറയുന്നത്. മലിനീകരണം കുറവുള്ള, അല്ലെങ്കിൽ നോൺ പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മലിനീകരണം തീരെ ഇല്ലാത്തെന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ മലിനീകരണം കുറവുള്ള ഊർജ്ജ രൂപങ്ങളാണ് ആരെന്ന് പറയുന്നത്? റിന്യൂവബിൾ സോഴ്സസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം?
ക്ലീൻ എനർജി സോഴ്സസ് എന്ന് നമുക്ക് ആരെ വിശേഷിപ്പിക്കുവാൻ സാധിക്കും? റിന്യൂവബിൾ സോഴ്സസിനെ വിശേഷിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. റിന്യൂവബിൾ സോഴ്സസിനെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാൻ സാധിക്കും? ക്ലീൻ എനർജി സോഴ്സസ് എന്ന് പറയാം. ബിക്കോസ് ഓഫ് ദർ നോൺ പൊല്യൂട്ടിംഗ് നേച്ചർ, ബിക്കോസ് ഓഫ് ദ നോൺ പൊല്യൂട്ടിംഗ് നേച്ചർ അല്ലെങ്കിൽ ലെസ് പൊല്യൂട്ടിംഗ് നേച്ചർ ഓഫ് ദ റിന്യൂവബിൾ എനർജി സോഴ്സസ് വി ക്യാൻ ടൈം ഇറ്റ് അല്ലെങ്കിൽ we can term it as clean energy sources. We can term it as clean energy sources. അപ്പോൾ ക്ലീൻ എനർജി സോഴ്സ് അല്ലെങ്കിൽ ക്ലീൻ എനർജി സോഴ്സുകൾ എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ നോൺ റിന്യൂവബിൾ സോഴ്സസ് എന്ന് പറയുന്നത്, നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് റിന്യൂവബിൾ എനർജിയുടെ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിയേ എന്തൊക്കെയാണ് റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് നിങ്ങൾ നോക്കിയേ. ഇലക്ട്രിസിറ്റി ജനറേഷൻ ഒരു പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് നമ്മുടെ വൈദ്യുതി ഉൽപ്പാദനം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് എയർ ആൻഡ് വാട്ടർ, ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് എയർ ആൻഡ് വാട്ടർ. പിന്നെ അതുപോലെ പറയുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, നമ്മുടെ വാഹനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് റിന്യൂവബിൾ എനർജി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് വൈദ്യുതി ഉപയോഗിച്ചാണെങ്കിൽ. ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ നമ്മൾ റീചാർജ് ചെയ്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ പറയുമ്പോഴത്തേക്ക് റിമോട്ട് ഏരിയ പവർ സപ്ലൈ, അപ്പോൾ റിമോട്ട് ലൊക്കേഷൻസിൽ ഇപ്പം വൈദ്യുതി ഒന്നും ലഭ്യമല്ലാത്ത റിമോട്ട് ലൊക്കേഷൻസിൽ നമുക്ക് സോളാർ എനർജിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റിന്യൂവബിൾ സോഴ്സസിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കുക, റിന്യൂവബിൾ സോഴ്സസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മുടെ സോളാർ ഉണ്ട്, അതുപോലെ എന്താണ് വിൻഡ് ഉണ്ട്, വിൻഡ് എനർജി ഉണ്ട്, ടൈഡൽ എനർജി ഉണ്ട്, ജിയോ തെർമൽ എനർജി, ബയോമാസ്, ഇതൊക്കെ നമ്മുടെ റിന്യൂവബിൾ എനർജി സോഴ്സസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റിമോട്ട് ലൊക്കേഷൻസിലേക്ക് അതായത് വൈദ്യുതി ഒന്നും അല്ലെങ്കിൽ വൈദ്യുത കമ്പികളൊക്കെ വലിച്ച് വൈദ്യുതി ഒന്നും നൽകാൻ സാധിക്കാത്ത പ്രദേശത്തൊക്കെ നമുക്ക് സോളാർ പാനലുകളൊക്കെ വെച്ചുകൊണ്ട് സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് അവിടെ വൈദ്യുതിവൽക്കരണം നടത്തുവാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഈ റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ സോളാർ എനർജിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലെങ്കിൽ സോളാർ പാനൽസിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് റിമോട്ട് ലൊക്കേഷൻസിൽ പവർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അത് വളരെ വളരെ എന്താണ് പറയുക, ഒരു കുന്നിൻ പ്രദേശങ്ങളോ അതുപോലെ തന്നെ മരുഭൂമിയോ അല്ലെങ്കിൽ ഒരുപാട് ഉൾപ്രദേശങ്ങൾ, ഗ്രാമപ്രദേശങ്ങളൊക്കെ ഒരുപാട് ഉൾപ്രദേശങ്ങളിലൊക്കെ വൈദ്യുതി ഒന്നും ലഭ്യമല്ലെങ്കിൽ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സോളാർ പവർ സപ്ലൈസ് അല്ലെങ്കിൽ സോളാർ പ്ലാന്റുകൾ അല്ലെങ്കിൽ സോളാർ പാനൽസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ പവർ സപ്ലൈ നമുക്ക് നൽകുവാൻ സാധിക്കുന്നതാണ്. പിന്നെ അപ്പം നോൺ പൊല്യൂട്ടിംഗ് നേച്ചർ ആണെന്ന് പറഞ്ഞു, ശരിയല്ലേ? അങ്ങനെ നോൺ പൊല്യൂട്ടിംഗ് നേച്ചർ ആയതുകൊണ്ട് തന്നെ എനർജി ഫ്രം ദ റിന്യൂവബിൾ എനർജി സോഴ്സസ് ആർ ടൈംഡ് ആസ് ഗ്രീൻ എനർജി. റിന്യൂവബിൾ എനർജി സോഴ്സിൽ നിന്നുള്ള ഊർജ്ജത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? ഗ്രീൻ എനർജി എന്ന് പറയും. ഗ്രീൻ എനർജി. അപ്പോൾ ഗ്രീൻ എന്ന വാക്ക് കാണുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, മലിനീകരണം ഉണ്ടാക്കാത്തത് അല്ലെങ്കിൽ മലിനീകരണം കുറവുള്ള ഊർജ്ജ രൂപങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രീൻ എനർജി എന്ന് പറയുന്നത്. പൊതുവെ നമ്മുടെ ഗ്രീൻ എനർജി എന്നറിയപ്പെടുന്നത് ആരാണ്? റിന്യൂവബിൾ ആണ്. റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ്. റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ് പൊതുവെ എന്തറിയപ്പെടുന്നത്? ഗ്രീൻ എനർജി എന്നറിയപ്പെടുന്നത്. ഹരിത ഊർജ്ജം, മലയാളത്തിൽ പറഞ്ഞ ഹരിത ഊർജ്ജം ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ് കേട്ടോ. അവിടെ നിന്ന് ഇവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഈ ഗ്രീൻ എനർജിയുടെ കാര്യം എടുത്ത് ചോദിക്കാറുണ്ട്. ഗ്രീൻ എനർജി എന്ന് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെ ഓപ്ഷൻസിൽ ഇവരെപ്പോഴും കൊടുക്കുന്ന അല്ലെങ്കിൽ PSC കൊടുക്കുന്ന ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത് ഗ്രീൻ എനർജി എന്ന് പറയുന്നത് സോളാർ എനർജി എന്നായിരിക്കും അവർ മിക്കവാറും ഓപ്ഷൻ കൊടുക്കാറുള്ളത്. അപ്പൊ ഗ്രീൻ എനർജി എന്നറിയപ്പെടുന്നത് ആരാണ്? ഗ്രീൻ എനർജി എന്നറിയപ്പെടുന്നത് സോളാർ എനർജിയാണ്. ഗ്രീൻ എനർജി എന്നറിയപ്പെടുന്ന ആരാണ്? സോളാർ എനർജിയാണ് ഗ്രീൻ എനർജി എന്നറിയപ്പെടുന്നത്. ഹരിത ഊർജ്ജം എന്നറിയപ്പെടുന്നത് സോളാർ എനർജിയാണ്. കാരണം നോൺ പൊല്യൂട്ടിംഗ് നേച്ചർ ആയതുകൊണ്ട് അല്ലെങ്കിൽ ലീസ്റ്റ് പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള യാതൊരുവിധ മലിനീകരണവും ഉണ്ടാക്കാത്ത ഇന്ധന രൂപമാണ് ആരെന്ന് പറയുന്നത്? സോളാർ എനർജി എന്ന് പറയുന്നത്. സോളാർ എനർജി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വിൻഡും റിന്യൂവബിളിന്റെ മറ്റ് സോഴ്സ്, അപ്പോൾ റിന്യൂവബിൾ എനർജി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ റിന്യൂവബിൾ എനർജിയുടെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് സോളാർ തന്നെയാണ്. ആ സോളാറിൽ നിന്നുള്ളതാണ് ബാക്കി എല്ലാ റിന്യൂവബിൾ സോഴ്സസും. ഇപ്പോൾ വിൻഡ് എനർജി ആണെങ്കിലും ഓഷൻ എനർജി ആണെങ്കിലും അല്ലെങ്കിൽ ടൈഡൽ എനർജി ആണെങ്കിലും ബയോമാസ് ആണെങ്കിലും ജിയോതെർമൽ സോഴ്സ് ആണെങ്കിലും ഇതെല്ലാം നമ്മുടെ സണ്ണിന്റെ എനർജി, ഇതെല്ലാം സണ്ണിൻ്റെ ഒരു ഇൻഡയറക്റ്റ് ഫോംസ് ആണ്. സണ്ണിൻ്റെ എനർജിയുടെ ഒരു അല്ലെങ്കിൽ സോളാർ എനർജിയുടെ ഇൻഡയറക്റ്റ് ഫോംസ് ആണ് ഈ വന്നിരിക്കുന്നത് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഗ്രീൻ എനർജി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്, പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, നോട്ട് ചെയ്ത് പഠിക്കണേ. ഗ്രീൻ എനർജി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? സോളാർ എനർജിയാണ്. ഗ്രീൻ എനർജി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരെയാണ്? സോളാർ എനർജിയാണ്. ഇനി അതല്ല മറ്റൊരു രീതിയിൽ വേണേൽ ചോദിക്കാം, ക്ലീൻ എനർജി എന്ന് ചോദിക്കാം.
ക്ലീൻ എനർജി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും ആര് തന്നെയാണ്? സോളാർ എനർജിയാണ്. അപ്പോൾ ഗ്രീൻ എനർജി അഥവാ ക്ലീൻ എനർജി എന്നറിയപ്പെടുന്നത് സോളാർ എനർജിയാണ്. ഗ്രീൻ എനർജി എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ക്ലീൻ എനർജി എന്നറിയപ്പെടുന്നത് ആരെന്നാ പറഞ്ഞത്? നമ്മുടെ സോളാർ എനർജിയാണ്. മലിനീകരണം ഒന്നും ഉണ്ടാക്കാത്ത ഇന്ധന രൂപമാണ് സോളാർ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ ചോദ്യം തന്നെ നിങ്ങളോട് ചിലപ്പോൾ ഇവർ മാറ്റി ചോദിക്കുവേ. വേറൊരു പ്രീവിയസ് ക്വസ്റ്റിനോട് ഞാൻ ഇവിടുന്ന് ആഡ് ചെയ്ത് പറയാം. അപ്പോൾ എനർജി എന്ന് ചോദിക്കുന്നതിന് പകരം അവർ ചിലപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് വേറെ രീതിയിലൂടെ ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ എനർജി എന്ന് ചോദിക്കുന്നതിന് പകരം അവർ നമ്മളോട് ചോദിക്കുന്നത് ഗ്രീൻ ഫ്യൂവൽ എന്നായിരിക്കും ചോദിക്കുന്നത്. ഗ്രീൻ ഫ്യൂവൽ, ഹരിത ഇന്ധനം, ഗ്രീൻ ഫ്യൂവൽ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കും ക്ലീൻ ഫ്യൂവൽ എന്നറിയപ്പെടുന്നത്. ഗ്രീൻ ഫ്യൂവൽ അഥവാ ക്ലീൻ ഫ്യൂവൽ എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഗ്രീൻ ഫ്യൂവൽ അല്ലെങ്കിൽ ക്ലീൻ ഫ്യൂവൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്രയേ ഉള്ളൂ: മലിനീകരണം ഒന്നും ഉണ്ടാക്കാത്ത, പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള, മലിനീകരണം ഒന്നും ഉണ്ടാക്കാത്ത ഫ്യൂവൽ സോഴ്സ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രീൻ ഫ്യൂവൽ, ക്ലീൻ ഫ്യൂവൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? അതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. നമ്മുടെ ഹൈഡ്രജൻ ആണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ ഫ്യൂവൽ, ക്ലീൻ ഫ്യൂവൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെന്നാ പറഞ്ഞത്? ഹൈഡ്രജൻ ആണ്. ഗ്രീൻ ഫ്യൂവൽ, ക്ലീൻ ഫ്യൂവൽ എന്നിങ്ങനെ അറിയപ്പെടുന്ന ആരാണ്? ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഗ്രീൻ എനർജി എന്നറിയപ്പെടുന്നത്, ക്ലീൻ എനർജി എന്നറിയപ്പെടുന്നത് ആരെന്നാ പറഞ്ഞത്? ഗ്രീൻ എനർജി അഥവാ ക്ലീൻ എനർജി എന്നറിയപ്പെടുന്നത് നമ്മുടെ സോളാർ എനർജിയാണ്. ഗ്രീൻ ഫ്യൂവൽ അഥവാ ക്ലീൻ ഫ്യൂവൽ എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഗ്രീൻ എന്ന വാക്ക് അല്ലെങ്കിൽ ക്ലീൻ എന്ന വാക്ക് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നോൺ പൊല്യൂട്ടിംഗ് നേച്ചർ എന്ന് മനസ്സിലാക്കിയാൽ മതി. നോൺ പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള സോഴ്സ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ റിന്യൂവബിൾ സോഴ്സസിന്റെ എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. റിന്യൂവബിൾ സോഴ്സിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സോളാർ എനർജി ഉണ്ട്, സൗരോർജ്ജം അഥവാ സോളാർ എനർജി ഉണ്ട്, വേവ് എനർജി ഉണ്ട്. വേവ് എനർജി എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലൊരു ടൈം ടൈഡൽ എനർജി എന്ന് പറയുന്നതായിരിക്കും. വേവ് എനർജി എന്ന് ഉപയോഗിക്കാറുണ്ട്, ടൈഡൽ എനർജി എന്ന് അതിനെ പറയാറുണ്ട്. അടുത്ത ബയോഗ്യാസ് ആണ്. ബയോഗ്യാസ് ഉണ്ട്, ബയോമാസ് ഉണ്ട്. ബയോമാസ് ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. വേവ് എനർജി പറയാം. അതുപോലെ വിൻഡ് എനർജി പറയുവാൻ സാധിക്കുന്നതാണ് നമുക്ക്. വിൻഡ് എനർജി ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്? നമ്മുടെ റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്ന ആരാണ്? സോളാർ ആണ്. സോളാർ എനർജിയുടെ മറ്റ് ഇൻഡയറക്റ്റ് ഫോംസ് ആണ് വിൻഡ് ആണെങ്കിലും ടൈഡ് ആണെങ്കിലും എല്ലാം അത് എന്തിൻ്റെ മറ്റു രൂപങ്ങളാണ്? സൗരോർജ്ജത്തിന്റെ, സോളാർ എനർജിയുടെ മറ്റു രൂപങ്ങളായിട്ട് വരുന്നവയാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എക്സാമ്പിൾസ് പഠിക്കണം. എക്സാമ്പിൾ ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഈ റിന്യൂവബിൾ എനർജിയെ ബേസ് ചെയ്തുകൊണ്ട്, ഉദാഹരണത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എക്സാമ്പിൾ ബേസ്ഡ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ സോളാർ എനർജിയെ കുറിച്ചാണ് ഇനി നോക്കാൻ പോകുന്നത്. സോളാർ എനർജിയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറയുന്നത്, നിലവിൽ നമ്മൾ സോളാർ എനർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ജനറേഷൻ, വൈദ്യുത ഉൽപാദനത്തിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ആര് ഉപയോഗിക്കുന്നത്? സോളാർ എനർജി ഉപയോഗിക്കുന്നത് പറയുന്നത്. സോളാർ പാനലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, സോളാർ പാനലുകൾ അഥവാ ഫോട്ടോവോൾട്ടായിക് സെല്ലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സോളാർ സെല്ലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുത ജനറേഷൻ, വൈദ്യുത ഉൽപാദനം നടത്തുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ആരെ ഉപയോഗിക്കുന്നത്? സോളാർ എനർജി യൂസ് ചെയ്യുന്നത് പറയുന്നത്. അങ്ങനെ സോളാർ എനർജിയുമായി ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഈ എനർജി കൺവേർഷൻ, ഊർജ്ജ പരിവർത്തനം അല്ലെങ്കിൽ എനർജി കൺവേർഷൻ മെക്കാനിസത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഊർജ്ജ സംരക്ഷണ നിയമം അനുസരിച്ച് ഊർജ്ജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. ഊർജ്ജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല. പക്ഷേ ഒരു ഊർജ്ജ രൂപത്തിൽ നിന്നും മറ്റൊരു ഊർജ്ജ രൂപത്തിലേക്ക് നമുക്ക് ആരെ മാറ്റുവാൻ സാധിക്കും? ഊർജ്ജത്തെ മാറ്റുവാൻ സാധിക്കും. അപ്പോൾ ഈ എനർജി കൺവേർഷൻ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ എനർജി കൺവേർഷൻ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എനർജി കൺവേർഷൻ്റെ സ്റ്റെപ്പുകളുടെ എണ്ണം കൂടുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഊർജ്ജ നഷ്ടം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. എപ്പോഴും ഓർത്തിരിക്കുക, ഒരു എനർജി കൺവേർഷൻ പ്രോസസ്സിൽ എനർജി കൺവേർഷൻ്റെ
എനർജി കൺവേർഷൻ സ്റ്റെപ്പുകൾ കൂടുതലാണെങ്കിൽ അവിടുത്തെ എന്താണ് എനർജി ലോസ്, ഊർജ്ജ നഷ്ടം എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ഇനി സോളാർ എനർജിയുടെ കൺവേർഷനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് സോളാർ എനർജിയെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് സോളാർ സെൽ എന്ന് പറയും. സോളാർ സെല്ലിൽ നടക്കുന്ന കൺവേർഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോളാർ എനർജി, ശരിക്കും പറഞ്ഞാൽ സോളാർ എനർജി നമുക്ക് പറയുന്നതിൻ്റെ തെറ്റാണ്. കാരണം സോളാർ എനർജി എന്ന് പറയുന്നത് രണ്ട് കൂട്ടം കാര്യങ്ങൾ ചേരുന്നതാണ്. അറിയാവോ നിങ്ങൾക്ക് സോളാർ എനർജി എന്ന് പറയുന്ന ഏതൊക്കെ ഊർജ്ജ രൂപങ്ങളാണ്? നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഊർജ്ജം എന്ന് പറയുന്നത് ലൈറ്റും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ എന്തും കിട്ടാറുണ്ട്? ഹീറ്റും കിട്ടാറുണ്ട്. അതുപോലെ എന്തും കിട്ടാറുണ്ട്? ഹീറ്റ് എനർജിയും നമുക്ക് ലഭിക്കുന്നതാണ്. ലൈറ്റ് എനർജിയും ലഭിക്കുന്നുണ്ട്, ഹീറ്റ് എനർജിയും ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, അപ്പോൾ സോളാർ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ മനസ്സിലാക്കുക പ്രകാശവുമുണ്ട്, പ്രകാശവും താപവും അടങ്ങിയിരിക്കുന്നതാണ് ആരെന്ന് പറയുന്നത്? സോളാർ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ആ സോളാർ എനർജിയിൽ ലൈറ്റ് എനർജിയെ, പ്രകാശ ഊർജത്തെ, ലൈറ്റ് എനർജിയെ ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ലൈറ്റ് എനർജിയെ ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് ആരെന്ന് പറയുന്നത്? സോളാർ സെൽ എന്ന് പറയുന്നത്. സോളാർ സെല്ല്. അപ്പോൾ ഒരു കോമൺ നെയിമാണ് സോളാർ സെൽ എന്ന് പറയുന്നത്. സോളാർ സെല്ലുകളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ടെക്നിക്കൽ നെയിം എന്ന് പറയുന്നത്, സോളാർ സെല്ലുകളുടെ ടെക്നിക്കൽ നെയിം എന്ന് പറയുന്നത് ഫോട്ടോ വോൾട്ടായിക് സെല്ലാണ്. സോളാർ സെല്ലുകളുടെ ടെക്നിക്കൽ നെയിം എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോ വോൾട്ടായിക് സെല്ലാണ്. അപ്പോൾ ലൈറ്റ് എനർജിയെ ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? സോളാർ സെല്ല് അഥവാ ഫോട്ടോ വോൾട്ടായിക് സെൽ എന്ന് പറയുന്നത്. ബേസിക്കലി ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ് സോളാർ സെൽ എന്ന് പറയുന്നത്. ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡാണ് ആരെന്ന് പറയുന്നത്? സോളാർ സെല്ലുകൾ എന്ന് പറയുന്നത്. സോളാർ സെല്ലുകളുടെ നിർമ്മാണത്തിന് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു എലമെന്റ് ആണ് സിലിക്കൺ എന്ന് പറയുന്നത്. സിലിക്കൺ മാത്രമല്ല, PSC പലപ്പോഴും ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ സിലിക്കണിന് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് സിലിക്കൺ തന്നെയാണ് ആൻസർ കൊടുത്ത് കാണാറുള്ളത്. ഓക്കെ, അപ്പോൾ ദ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ മേക്കിംഗ് ഓഫ് സോളാർ സെൽസ്. സോളാർ സെല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് സിലിക്കൺ ഉപയോഗിക്കാറുണ്ട്, ജെർമേനിയം യൂസ് ചെയ്യാറുണ്ട്, പിന്നെ അതുപോലെ തന്നെ സെലീനിയം, ഇങ്ങനെ പലവിധ കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഏതാണ്? സിലിക്കൺ ആണ് ഉപയോഗിക്കുന്നത് പറയുന്നത്. അപ്പോൾ സോളാർ സെല്ലുകളുടെ മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് ആരാണ്? സിലിക്കൺ ആണ്. സോളാർ സെല്ലുകൾ നിർമ്മിക്കുവാനായി ഉപയോഗിക്കുന്ന മൂലകം എന്ന് പറയുന്ന ആരാണ്? സിലിക്കൺ ആണ്. ഈ സിലിക്കണിനെ കുറിച്ച് പറയുമ്പോൾ സിലിക്കൺ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് ഇവിടെ SCERT ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. സിലിക്കൺ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് ജോൺ ജെ ബെർസേലിയസ് ആണ്. ജോൺ ജെ ബെർസേലിയസ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? സിലിക്കൺ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ദ മെറ്റീരിയൽ യൂസ്ഡ് ടു മേക്ക് സോളാർ സെൽ, അല്ലെങ്കിൽ എലമെന്റ് യൂസ്ഡ് ഇൻ ദ മേക്കിംഗ് ഓഫ് സോളാർ സെൽ എന്ന് പറയുന്ന ആരാണ്? സിലിക്കൺ ആണ്. സിലിക്കൺ ഉപയോഗിച്ചുകൊണ്ടാണ് സോളാർ സെല്ലുകൾ നിർമ്മിക്കുന്നതെന്ന് പറയുന്നത്. ഇനി സോളാർ സെല്ലുകളെ കുറിച്ച് പറയുമ്പോൾ ദ കോസ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് ദ സ്ലൈറ്റ് ഇലക്ട്രോൺ ഫ്ലോ ദാറ്റ് ഒക്കേഴ്സ് വെൻ ദ സൺലൈറ്റ് ഫോൾസ് ഓൺ ദ സോളാർ സെൽ. അപ്പോൾ ഈ സോളാർ സെല്ലിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെയൊക്കെ സൂര്യപ്രകാശം പതിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയാണ് എന്തിന് കാരണമെന്ന് പറയുന്നത്? അവിടെ ആ ഒരു പവർ ജനറേഷൻ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഇലക്ട്രിസിറ്റി ജനറേഷന് കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് വരുമ്പോഴത്തേക്ക്, ഇതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സോളാർ സെല്ലുകളുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോളാർ സെല്ലുകളുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, സോളാർ സെൽസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അഥവാ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് ഫോട്ടോ വോൾട്ടായിക് ആക്ഷൻ ആണ്, അല്ലെങ്കിൽ ഫോട്ടോ വോൾട്ടായിക് പ്രിൻസിപ്പിൾ എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ സോളാർ സെല്ലുകളുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോ വോൾട്ടായിക് ആക്ഷൻ അഥവാ ഫോട്ടോ വോൾട്ടായിക് പ്രിൻസിപ്പിൾ ആണ് വരുന്നത്. അങ്ങനെ ഫോട്ടോ വോൾട്ടായിക് ആക്ഷൻ അല്ലെങ്കിൽ ഫോട്ടോ വോൾട്ടായിക് പ്രിൻസിപ്പിൾ ആയതുകൊണ്ട് തന്നെ സോളാർ സെല്ലുകളുടെ ടെക്നിക്കൽ നെയിം എന്ന് പറയുന്നത് ഫോട്ടോ വോൾട്ടായിക് സെൽ എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ സോളാർ സെല്ലുകളാണ്. ഓക്കെ,
അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദ ഫിനോമിനൻ അല്ലെങ്കിൽ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സോളാർ സെൽ ഈസ് എന്താണ്? ഫോട്ടോവോൾട്ടായിക് എഫക്ട്. ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സോളാർ സെൽ ഈസ് എന്ന് പറയാം നമുക്ക് ഫോട്ടോവോൾട്ടായിക് എഫക്ട് എന്ന് പറയാം. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. ദ ടേം ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് ഈസ് റിലേറ്റഡ് ടു എന്താണ്? സൗരോർജ്ജ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ദ ടേം ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ള ഒരു ടൈം ഏത് ഊർജ്ജ രൂപമായി ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളൂ. വാട്ട് ഈസ് ദ ടേം ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് അല്ലെങ്കിൽ ദ ടേം ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് ഈസ് റിലേറ്റഡ് ടു വിച്ച് എനർജി സോഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ വിച്ച് എനർജി എന്ന് പറയാം? സോളാർ എനർജി എന്ന് പറയാം. പിന്നെ നോക്കിയേ, പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഗുവാഹട്ടിയാണ്. അസ്സാമിലെ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനാണ് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. എന്നാൽ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ എയർപോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ നെടുമ്പാശ്ശേരിയാണ് കേട്ടോ. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ എയർപോർട്ട് എന്ന് പറയുന്നത് എയർപോർട്ടാണ് എന്ന് പറയുന്നത് എയർപോർട്ട് എന്ന് പറയുന്നത് നെടുമ്പാശ്ശേരിയാണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഗുവാഹത്തി എന്ന് പറയുന്നത്. ആദ്യമായി ഒരു സോളാർ നയം നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്ന ആരാണ്? ഗുജറാത്താണ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം, ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഗുവാഹത്തി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് പൂർണ്ണമായും സോളാർ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. എന്നാൽ പൂർണ്ണമായും സോളാർ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ എയർപോർട്ട് എന്ന് പറയുന്നത് ഏതാണ്? നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. പിന്നെ അതുപോലെ ഒരു സോളാർ നയം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ഗുജറാത്താണ്. പൂർണ്ണമായും സോളാർ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണമായും സോളാർ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കേന്ദ്ര ഭരണ പ്രദേശമാണ്, ഫസ്റ്റ് യൂണിയൻ ടെറിട്ടറിയാണ് ദിയു എന്ന് പറയുന്നത്. പൂർണ്ണമായും സോളാർ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കേന്ദ്ര ഭരണ പ്രദേശമാണ് ഇത് ദിയു എന്ന് പറയുന്നത്. ഒരു പദ്ധതിയാണ് പറഞ്ഞിരിക്കുന്നത്, PM സൂര്യഘർ മുഫ്ത് ബിജിൽ യോജനയാണ് പറഞ്ഞിരിക്കുന്നത്. എ കോംപ്രഹെൻസീവ് സോളാർ പ്രൊജക്ട് ടു പ്രൊവൈഡ് ഫ്രീ ഇലക്ട്രിസിറ്റി ടു 1 crore ഫാമിലി. രാജ്യത്തെ 1 കോടിയോളം കുടുംബങ്ങൾക്ക് സൗജന്യമായി സോളാർ വൈദ്യുതി നൽകുന്നതിന് നടപ്പിലാക്കിയ പദ്ധതിയാണ് PM സൂര്യഘർ യോജന എന്ന് പറയുന്നത്. അടുത്ത ഒബ്ജക്റ്റീവ്, പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ഫ്രീ ഇലക്ട്രിസിറ്റി അപ് ടു 300 യൂണിറ്റ്സ്. 300 യൂണിറ്റ് വരെ ഒരു മാസം സൗജന്യ വൈദ്യുതി നൽകുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ് എന്ന് പറയുന്നത് PM സൂര്യഘർ ബിജിൽ യോജന എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് കടക്കുമ്പോഴത്തേക്ക് സോളാർ പാനൽസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോളാർ പാനൽ, അപ്പോൾ നമ്മൾ സോളാർ സെല്ലിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. സോളാർ സെൽ എന്ന് പറയുന്നത് തണ്ട് ഇവിടെ നോക്കി, ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതിനകത്ത് ഒരുപാട് ചെറിയ ചെറിയ കളങ്ങൾ കൂടി ചേർന്നല്ലേ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സിംഗിൾ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സെല്ലാണ്. ആ സിംഗിൾ യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സോളാർ സെൽ എന്ന് പറയും. അപ്പോൾ സോളാർ സെൽ അല്ലെങ്കിൽ സെൽ മീൻസ് എന്താണ്? ഒരു സിംഗിൾ യൂണിറ്റ് എന്ന് മനസ്സിലാക്കുക. ഒരു സിംഗിൾ യൂണിറ്റ് ആണ് സെൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പല പല സോളാർ സെല്ലുകൾ അല്ലെങ്കിൽ ധാരാളം സോളാർ സെല്ലുകളെ നമ്മൾ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? സോളാർ പാനൽസ് ഫോം ചെയ്യുന്നത് പറയുന്നത്. സോളാർ പാനൽ ഇസ് എ കോമ്പിനേഷൻ ഓഫ് മെനി സോളാർ സെൽസ്. അപ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും, ഒരു സോളാർ പാനൽ എന്ന് പറയുന്നത് സോളാർ സെല്ലുകളുടെ കോമ്പിനേഷനാണ് ആരെന്ന് പറയുന്നത്? സോളാർ പാനൽ എന്ന് പറയുന്നത്. The electricity generated from these solar panels can be stored using a storage unit. അപ്പോൾ സോളാർ പാനലുകൾ ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. സോളാർ പാനലുകൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് എനർജിയെ ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്.
അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സൺലൈറ്റിന്റെ ലഭ്യത ഒരു കാര്യമാണ് അല്ലേ. സൂര്യപ്രകാശം ലഭ്യമാകുന്ന സമയത്ത് നമുക്ക് വൈദ്യുതി കിട്ടും, ലൈറ്റ് എനർജി ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നാൽ രാത്രി സമയത്ത് നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? സോളാർ പാനലിൽ നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം രാത്രി സമയത്ത് നമുക്ക് സൗരോർജ്ജം അല്ലെങ്കിൽ ലൈറ്റ് എനർജി നമുക്ക് ലഭ്യമല്ല. അപ്പോൾ അങ്ങനെ രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ ഈ ലൈറ്റ് എനർജി നമുക്ക് ലഭ്യമല്ലാത്ത സമയത്ത് നമുക്കിത് ഉപയോഗിക്കേണ്ടി വരുമ്പോഴത്തേക്ക് നമുക്കൊരു സ്റ്റോറേജ് യൂണിറ്റിനെ ആശ്രയിക്കേണ്ടി വരും. അതായത് ഒരു ബാറ്ററി യൂണിറ്റിനെ നമുക്ക് അവിടെ ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ അപ്പോൾ ഏതൊരു പവർ ജനറേഷൻ അല്ലെങ്കിൽ റിന്യൂവബിൾ സോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്താലും പവർ ജനറേഷൻ്റെ ഭാഗമായിട്ട് അവിടെ നമുക്ക് ബാറ്ററി യൂണിറ്റുകളുണ്ട്. പിന്നെ ഈ ബാറ്ററി യൂണിറ്റുകൾക്ക് അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24 hours നമുക്ക് അല്ലെങ്കിൽ 24 മണിക്കൂറും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ബാക്കപ്പ് യൂണിറ്റ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വൈദ്യുതി ഉപയോഗിക്കുവാൻ സാധിക്കും. പിന്നെ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റാണ്. ഒരു സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനേക്കാൾ കോസ്റ്റ് വരും അതിൻ്റെ കൂടെ ഒരു ബാറ്ററി യൂണിറ്റ് കൂടെ നമ്മൾ കൊണ്ടുവരിക എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ വീടുകളിലൊക്കെ സോളാർ പാനലുകൾ സ്ഥാപിക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് യൂസ് ആണ്, ഡേ ടൈമിൽ അത് ഉപയോഗിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും ഇത് സ്ഥാപിക്കാറുള്ളത്. രാത്രി നമ്മൾ ഗ്രിഡിൽ നിന്ന് യൂസ് ചെയ്യുന്ന രീതിയിലാണ് സ്ഥാപിക്കാറുള്ളത്. സ്റ്റോറേജ് യൂണിറ്റ് വെക്കുന്നത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. സ്റ്റോറേജ് യൂണിറ്റ് ഇല്ല, പകൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളെല്ലാം നമ്മൾ പകലങ്ങ് നടത്തി കഴിയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക സോളാർ പാനലിലൂടെ നമുക്ക് വളരെ അഡ്വാൻറ്റേജ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ഒരു സോളാർ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു സോളാർ പവർ ജനറേഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് സ്റ്റോറേജ് യൂണിറ്റ് ആയിരിക്കും വരുന്നത്. എയർപോർട്ടിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, ദ എയർപോർട്ട് ദാറ്റ് റിസീവ്ഡ് യുണൈറ്റഡ് നേഷൻസ് ഹയസ്റ്റ് എൻവയോൺമെന്റൽ അവാർഡ് ഇൻ 2018 ഫോർ ഇറ്റ്സ് ആക്ടിവിറ്റീസ് യൂസിങ് ഗ്രീൻ എനർജി. ഏതാണ്? നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. ഗ്രീൻ എനർജി യൂട്ടിലൈസേഷന് യുണൈറ്റഡ് നേഷൻസ് പുരസ്കാരം നേടിയ എയർപോർട്ട് എന്ന് പറയുന്നത് ഏതാണ്? നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. ശരിക്കും ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ പേരെന്ന് പറയുന്നത് സിയാൽ എന്നാണ് ഒഫീഷ്യലി ഇത് അറിയപ്പെടുന്നത്. സിയാൽ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ് വരുന്നത്. അപ്പം ആ ഒരു സ്ഥലം നെടുമ്പാശ്ശേരി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അതിന് നമ്മൾ ലോക്കലി നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്ന് പറയുന്നതാണ്. ഒഫീഷ്യലി ഇറ്റ് ഈസ് കോൾഡ് എന്താണ്? കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അഥവാ സിയാൽ. അപ്പോൾ പൂർണ്ണമായും സോളാർ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ എയർപോർട്ടാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല. അപ്പോൾ നമ്മൾ ഈ സോളാർ എനർജി ജനറേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് രീതിയിൽ സോളാർ എനർജി യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. സോളാർ എനർജിയിൽ നിന്നുള്ള ഹീറ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ അതിൽ നിന്നുള്ള ലൈറ്റ് എനർജിയെ നമ്മൾ ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ലൈറ്റ് എനർജിയെ ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സോളാർ സെല്ലുകൾ അഥവാ ഫോട്ടോവോൾട്ടായിക് സെല്ലുകളാണ്. എന്നാൽ ഒരു സോളാർ എനർജിയിൽ നിന്നുള്ള ഹീറ്റിനെ ടാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ് നമ്മുടെ സോളാർ കുക്കേഴ്സ് എന്ന് പറയും. സോളാർ കുക്കറുകൾ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ സോളാർ വാട്ടർ ഹീറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സോളാർ എനർജിയിലെ ഹീറ്റിനെ കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഹീറ്റിനെ ടാപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നവയാണ് ഇത്. അതുപോലെ സോളാർ വാട്ടർ ഹീറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഹീറ്റ് എന്ന ഫോമിൽ ഇവിടുന്ന് ഹീറ്റ് എന്ന എനർജിയെ യൂട്ടിലൈസ് ചെയ്യുന്ന കേസാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഹീറ്റ് യൂട്ടിലൈസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ്, ഹീറ്റ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ആണ് സോളാർ കുക്കേഴ്സും അതുപോലെ സോളാർ വാട്ടർ ഹീറ്റേഴ്സ്. ഈ സോളാർ കുക്കേഴ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് സോളാർ കുക്കറുകൾ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ബോക്സ് ടൈപ്പ് കുക്കറുകളുണ്ട് സോളാർ കുക്കേഴ്സിലേക്ക് വരുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ കോൺസെൻട്രേറ്റർ ടൈപ്പ് കുക്കേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഇപ്പം വരുന്ന സോളാർ എനർജിയെ ഹീറ്റ് എനർജിയെ ഒരു റിഫ്ലക്റ്റ് ചെയ്ത് ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്ത് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവിടെ കുക്ക് ചെയ്യുന്ന പരിപാടിയാണ് കോൺസെൻട്രേറ്റർ ടൈപ്പ് എന്ന് പറയുന്നത്. ഒരു കോൺസെൻട്രേറ്റർ ടൈപ്പ് കുക്കറിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഡിഷ് ആൻറ്റിന അല്ലെങ്കിൽ നിങ്ങളൊരു കുട നിവർത്തിയിട്ട് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും അതുപോലെ ആ കുടയുടെ പിടി എന്ന് പറയുന്നത് നമുക്ക് ആഹാരം പാകം ചെയ്യേണ്ട വെസലായിട്ട് കൺസിഡർ ചെയ്യുക. കുടയ്ക്കകത്തോട്ട് വീഴുന്ന ഹീറ്റ് എല്ലാം കൂടെ റിഫ്ലക്റ്റ് ചെയ്ത് ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ
അപ്പം സോളാർ കുക്കേഴ്സ് 2 ടൈപ്പ് ഉണ്ട്, ബോക്സ് ടൈപ്പ് ഉണ്ട്, കോൺസെൻട്രേറ്റഡ് ടൈപ്പ് ഉണ്ട്. അതിൽ ഏറ്റവും എഫിഷ്യൻസി കുറവുള്ള ലീസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള കുക്കർ എന്ന് പറയുന്നത് ആരാണ്? ബോക്സ് ടൈപ്പ് ആണ്. എഫിഷ്യൻസി ഏറ്റവും കൂടിയ അല്ലെങ്കിൽ ഫാസ്റ്റ് കുക്കിംഗ് ആക്ഷൻ നടക്കുന്നത് എവിടെയാണ്? കോൺസെൻട്രേറ്റർ ടൈപ്പിലാണ് വരുന്നത്. കോൺസെൻട്രേറ്റർ ടൈപ്പിലാണ്. ഓർത്തിരിക്കുക, സോളാർ വാട്ടർ ഹീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു കുറേ മെറ്റൽ പൈപ്പ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു അറേഞ്ച്മെൻ്റ് ആണ്. അതിലൊരു പ്രത്യേകതരം പെയിൻറ്റ്, ബ്ലാക്ക് കളറിലൊരു പെയിൻറ്റ് അടിക്കും. ആ ഒരു പെയിൻറ്റ് അടിക്കുമ്പോഴത്തേക്ക് അവിടെ ഹീറ്റിൻ്റെ അബ്സോർപ്ഷൻ, ബ്ലാക്ക് കളറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എല്ലാ റേഡിയേഷനെയും, എല്ലാ തരംഗങ്ങളെയും, എല്ലാ റേഡിയേഷനുകളെയും അബ്സോർബ് ചെയ്യുന്ന ഒരു കളറാണ് ബ്ലാക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് വീഴുന്ന എല്ലാ റേഡിയേഷനെയും ഇത് അബ്സോർബ് ചെയ്യും. ഹീറ്റ് റേഡിയേഷൻ ഉൾപ്പെടെ ഇത് അബ്സോർബ് ചെയ്യും. അങ്ങനെ സോളാർ കുക്കേഴ്സ് മാനുഫാക്ചറിങ്ങിന് ഒരു ബ്ലാക്ക് കളറിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോളാർ കുക്കറുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കറുപ്പ് കളറിന് അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇനി അടുത്തേക്ക് പോവുകയാണ്. വിൻഡ് എനർജിയാണ്. വിൻഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സോളാർ എനർജിയുടെ ഒരു ഇൻഡയറക്റ്റ് ഫോമാണ്. ആരെന്ന് പറയുന്നത്? വിൻഡ് എന്ന് പറയുന്നത് റിന്യൂവബിൾ ആൻഡ് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ഫോം ഓഫ് സോളാർ എനർജി എന്ന് പറയാം, അല്ലെങ്കിൽ എനർജി എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ കാറ്റുണ്ടാകുന്നതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്? സൗരോർജ്ജം തന്നെയാണ്. താപനിലയിലുണ്ടാകുന്ന വ്യത്യാസം, ഓരോ പ്രദേശങ്ങളിലുണ്ടാകുന്ന താപനിലയിലുണ്ടാകുന്ന വ്യത്യാസത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ് അവിടെ കാറ്റിൻ്റെ ലഭ്യത എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വിൻഡ് എനർജി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻഡയറക്റ്റ് ഫോം ഓഫ്, വിൻഡ് ആണെങ്കിലും ടൈഡ് ആണെങ്കിലും ഇറ്റ്സ് ആൻ ഇൻഡയറക്റ്റ് ഫോം ഓഫ് എന്ത് പറയാം? സോളാർ എനർജി. കൺട്രി ഓഫ് വിൻഡ് എന്നറിയപ്പെടുന്നത്, കാറ്റിൻ്റെ രാജ്യം എന്നറിയപ്പെടുന്നത്, കൺട്രി ഓഫ് വിൻഡ് എന്നല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാറ്റ് ലഭിക്കുന്ന രാജ്യം എന്ന് പറയുന്നതാണ് ഡെൻമാർക്കാണ് കേട്ടോ. ഡെൻമാർക്കാണ്. അപ്പം ഏറ്റവും കൂടുതൽ വിൻഡ് പവർ ജനറേഷൻ നടക്കുന്നത് എവിടെയായിരിക്കാം? ഡെൻമാർക്കാണ്. ഇന്ത്യ റാങ്ക്സ് 4th ഇൻ ദ വേൾഡ് ഇൻ ടേംസ് ഓഫ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഓഫ് വിൻഡ് പവർ. അപ്പോൾ വിൻഡ് പവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കൺട്രി ഓഫ് വിൻഡ് എന്ന് പറയുന്നത് ഡെൻമാർക്ക് എന്നാണ് പറഞ്ഞത് കേട്ടോ. വിൻഡ് ഇൻസ്റ്റലേഷൻ ഏറ്റവും കൂടുതൽ ഡെൻമാർക്ക് ആകണം നിർബന്ധമില്ല. കാരണം ഏരിയ വൈസ് ഒക്കെ നോക്കുമ്പോൾ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് വേറെ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് വിൻഡ് എനർജി ടാപ്പിങ്ങിൽ, വിൻഡ് എനർജി അല്ലെങ്കിൽ വിൻഡ് പവർ പ്രൊഡക്ഷൻ നോക്കുമ്പോഴത്തേക്ക് വേൾഡ് വൈഡ് ഫോർത്ത് റാങ്ക് ആണ് ആർക്കെന്ന് പറയുന്നത്? ഇന്ത്യക്ക് എന്ന് പറയുന്നത്. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ എത്രാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്? 4ാം സ്ഥാനമാണ് ആർക്കെന്ന് പറയുന്നത്? ഇന്ത്യക്ക് എന്ന് പറയുന്നത്. 4th റാങ്കാണ് ഇന്ത്യക്ക് വരുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമാണ്. കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നതാണ് തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാടാണ്. ഹയസ്റ്റ് വിൻഡ് പവർ ജനറേഷൻ നടക്കുന്ന എവിടെയാണ്? തമിഴ്നാടാണ്. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടം അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടമൊക്കെ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തമിഴ്നാടാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, തമിഴ്നാട്ടിൽ നമ്മൾ ഈ കന്യാകുമാരി പ്രദേശത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ കൊടൈക്കനാലൊക്കെ പോകും, പളനിയൊക്കെ പോകുമ്പോഴത്തേക്ക് ആ ഭാഗത്തേക്ക് ഒരുപാട് കാറ്റാടിപ്പാടങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അടുത്തേക്ക് വരുമ്പോൾ ദ സ്റ്റേറ്റ് വിത്ത് ദ ഹയസ്റ്റ് വിൻഡ് എനർജി ഇൻസ്റ്റലേഷൻ കപ്പാസിറ്റി. വിൻഡ് എനർജി ഇൻസ്റ്റലേഷൻ കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പോൾ നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ദ സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് വിൻഡ് പവർ ജനറേഷൻ കപ്പാസിറ്റി. ദ സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് വിൻഡ് പവർ ജനറേഷൻ കപ്പാസിറ്റി ഏതാണ്? തമിഴ്നാടാണ്. ദ സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് വിൻഡ് എനർജി ഇൻസ്റ്റലേഷൻ കപ്പാസിറ്റി ഏതാണ്? ഗുജറാത്താണ് ആൻസർ എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കുക. ദ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി അനൗൺസ്ഡ് ദ വിൻഡ് സോളാർ ഹൈബ്രിഡ് പോളിസി. അതായത് വിൻഡ് സോളാർ ഹൈബ്രിഡ് പോളിസി എന്ന് പറയുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാറ്റാടിപ്പാടത്തിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ആനിമേഷൻ വീഡിയോ കണ്ടോ? അപ്പോൾ ഈ കാറ്റാടിപ്പാടങ്ങളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഈ കാറ്റാടിപ്പാടങ്ങളിൽ നിന്ന് ഒരുപാട് ഏരിയ കവർ ചെയ്യുന്നതാണ് അല്ലേ? ഒരുപാട് ഏരിയ അത് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മറ്റ് കൃഷിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ സ്ഥലം ചിലപ്പം ജനങ്ങൾ പാട്ടത്തിന് കൊടുത്തിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ സർക്കാർ അത് വാങ്ങിയിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികൾ പവർ ജനറേഷനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കമ്പനികൾ ആ സ്ഥലം ആളുകളിൽ നിന്ന് വാങ്ങിയിട്ട് അവിടെ വിൻഡ് മില്ല് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതായിരിക്കും. അങ്ങനെ പല രീതിയിൽ സംഭവിക്കാം. അപ്പോൾ ഇവിടെ ഈ കാറ്റാടി അല്ലെങ്കിൽ വിൻഡ് പവർ ജനറേഷൻ മാത്രം നടത്തി കഴിഞ്ഞാൽ, കാരണം അവിടെ വേറെ ആക്ടിവിറ്റീസ് ഒന്നും പോസിബിൾ അല്ല, കൃഷിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാറ്റാടി പാടങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നതുകൊണ്ട് അതിന് കൾട്ടിവേഷനോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ ചെയ്യുന്ന കാര്യം ഇത്രയാണ്, ആ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും? ഈ ബാക്കി കാറ്റാടി പാടങ്ങൾക്കിടയിലുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യും? സോളാർ പാനലുകൾ കൂടെ സ്ഥാപിക്കും.
സോളാർ പാനലുകൾ കൂടെ സ്ഥാപിക്കുമ്പോഴത്തേക്ക് അവിടെ കാറ്റും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ അവിടുന്ന് വെയിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ പ്രദേശത്ത് മുഴുവൻ സോളാർ പാനൽ കൂടെ സ്ഥാപിക്കുമ്പോൾ 2 രീതിയിൽ നമുക്കതിനെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. 2 രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. ഒരു സ്ഥലത്ത് നിന്ന് തന്നെ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. അതേ സ്ഥലത്ത് നിന്ന് തന്നെ സോളാർ എനർജി, സോളാർ ഇലക്ട്രിസിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് വിൻഡ് സോളാർ ഹൈബ്രിഡ് പോളിസി എന്ന് പറയുന്ന വിൻഡ് സോളാർ ഹൈബ്രിഡ് പോളിസി. അപ്പോൾ ഈ വിൻഡ് സോളാർ ഹൈബ്രിഡ് പോളിസി നടപ്പിലാക്കിയ വർഷം എന്ന് പറയുന്നത് 2018 വിൻഡ് സോളാർ ഹൈബ്രിഡ് പോളിസി നടപ്പിലാക്കിയ വർഷം എന്ന് പറയുന്നതാണ് 2018. Okay. According to the wind solar hybrid policy, the same land will be used to install wind farms and solar panels. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്, അത് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. ഒരേ സ്ഥലത്ത് തന്നെ വിൻഡ് ഫാമും സോളാർ പാനലുകളും സ്ഥാപിക്കുക ഉള്ള അനുമതി നൽകുന്ന നയമാണ് എന്ന് പറയുന്നത് വിൻഡ് സോളാർ ഹൈബ്രിഡ് പോളിസി എന്ന് പറയുന്നത് വിൻഡ് സോളാർ ഹൈബ്രിഡ് പോളിസി.